പ്രിയ മീഡിയസിലേക്ക് സ്വാഗതം. ദൃശ്യം 3യുടെ ഞായറാഴ്ച കളക്ഷൻ റിപ്പോർട്ടിലേക്ക് കടന്നു വരാം. ഞായറാഴ്ചയും സിനിമയ്ക്ക് ഗംഭീരമായിട്ടുള്ള കളക്ഷൻ തന്നെയാണ്. ശനിയാഴ്ച ആദ്യ 3 ദിവസം കൊണ്ട് സിനിമ 112 കോടി നേടിയെന്നുള്ള ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരികയും ചെയ്തിരിക്കുന്നു. ഇന്ന് ഞായറാഴ്ചയും അതിഗംഭീരമായിട്ടുള്ള കളക്ഷനാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഇടയിലൊന്ന് ഓർമ്മിപ്പിക്കുക കൂടെ ചെയ്യുന്നു. അങ്ങനെ 4-ാം ദിനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് 5,16,000 മുകളിലുള്ള ടിക്കറ്റുകൾ ഇതുവരെ വിറ്റുപോയിരിക്കുന്നു എന്നുള്ളതാണ്. ഫൈനലായി പ്രതീക്ഷിക്കുന്നത് 6 ലക്ഷം ടിക്കറ്റിന് മുകളിൽ വിറ്റുപോകും എന്നുള്ളതാണ്. തിയേറ്റർ ഒക്യുപ്പൻസി ആയിട്ട് ഇതുവരെ വന്നിരിക്കുന്നത് 84%. 8,69,00,000 രൂപയാണ് ട്രാക്കിങ്ങിലൂടെ വന്നിരിക്കുന്നത്. അതായത് ഇന്നലെ 8,49,00,000 രൂപയായിരുന്നു. 9,10,00,000 രൂപയ്ക്കടുത്താണ് സിനിമയുടെ കളക്ഷനായി വന്നത് എങ്കിൽ ഇന്ന് അത് 10 കോടിക്ക് മുകളിലേക്ക് ഉറപ്പിച്ചു എന്നുള്ളതാണ്. അത് 11 കോടിയിലേക്ക് ടച്ച് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയുമാണ്. കേരള ബോക്സ് ഓഫീസിൽ ഗംഭീരമായിട്ടുള്ള കളക്ഷൻ വരുമ്പോൾ നാളെ തിങ്കളാഴ്ചത്തേക്കുള്ള അഡ്വാൻസ് സെയിലും അതിഗംഭീരമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇതുവരെ 1,80,000-ഓളം ടിക്കറ്റുകൾ ഞായറാഴ്ച തന്നെ വിറ്റുപോയിരിക്കുന്നു. 1,700 ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ 3,15,00,000 രൂപയാണ് സിനിമയ്ക്ക് നാളത്തെ പ്രീസെയിൽ കളക്ഷനായി വന്നിരിക്കുന്നത്. ഇതിനോടകം തന്നെ 4-ാം ദിനം കൊണ്ട് സിനിമ 140 കോടിക്ക് മുകളിലേക്ക് എത്തും. അതായത് പ്രീസെയിൽ കൂടി വരുമ്പോൾ 150 കോടി കടക്കുമെന്നുള്ളത് ഉറപ്പാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഹിന്ദിയിലും എല്ലാം തന്നെ, അല്ലെങ്കിൽ ഓവർസീസിലും എല്ലാം തന്നെ ഈ ഒരു സിനിമ അതിശക്തമായിട്ടുള്ള മുന്നോട്ടുള്ള കുതിപ്പാണ്. ആദ്യ ദിനം 11,05,00,000 രൂപ നേടിയ ചിത്രത്തിന് 2-ാം ദിനം 8,80,00,000 രൂപ എന്നാണ് ട്രാക്കേഴ്സ് പറയുന്നത്. 9 കോടി എന്നാണ് നമുക്ക് നേരത്തെ ഉള്ള മിക്ക റിപ്പോർട്ടുകളിലും കിട്ടിയിരുന്നത്. 3-ാം ദിവസം 9,22,00,000 രൂപ എന്നാണ് പറയുന്നത്. അങ്ങനെ 3 ദിവസം കൊണ്ട് 29 കോടിക്ക് മുകളിലാണ് സിനിമയ്ക്ക് നേടിയത്. 30 കോടി ടച്ച് ചെയ്തു എന്നുള്ള മറ്റ് ട്രാക്കേഴ്സും ഇവിടെ അവകാശപ്പെടുന്നതുണ്ട്. എന്തായാലും ചെറിയ ഡിഫറൻസൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് എടുത്തു പറയാനുള്ള കാര്യം ഈ ഒരു സിനിമ 4-ാം ദിനം കൊണ്ട് 40 കോടി കടക്കുന്നു എന്നുള്ള സന്തോഷകരമായ കാര്യമാണ്. ഇവിടെ എല്ലാ റെക്കോർഡുകളും തകർത്തെറിഞ്ഞുകൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 40 കോടി എത്തുന്ന ദിനമാണ് ഇന്ന്. ഇത് കഴിഞ്ഞ് വരുന്ന ദിവസം തിങ്കളാഴ്ച ഒരു പക്ഷേ 47-48 കോടി, അതായത് വളരെ ഫാസ്റ്റായിട്ട് 50 കോടിയിലേക്ക് കേരള ബോക്സ് ഓഫീസിൽ തന്നെ സിനിമ എത്തുമെന്നുള്ളത് ഉറപ്പിക്കപ്പെടുകയാണ്. ഇനിയും ഈ ഒരു സിനിമ GCC രാജ്യങ്ങളിൽ ഇപ്പോൾ തന്നെ 50 കോടി കടന്നിരിക്കുന്നു. അതുപോലെ തന്നെ ഇന്ത്യ കളക്ഷനും 50 കോടി കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ദൃശ്യം 3യുടെ ഓവർസീസ് ഒഫീഷ്യൽ കളക്ഷൻ ഇപ്പോൾ വന്നിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ആദ്യ ദിനം 2,64,00,000 അല്ലെങ്കിൽ $2.64 മില്യൺ ഡോളറാണ് നേടിയെങ്കിൽ 2-ാം ദിനം $2.13 മില്യൺ, 3-ാം ദിനം $2.01 മില്യൺ ഡോളറുമാണ് നേടിയിരിക്കുന്നത്. അതായത് 65 കോടി $6.8 മില്യൺ സിനിമ വിദേശ രാജ്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഓവർസീസിൽ നിന്ന് നേടിയിരിക്കുന്നത്. ഇനിയും സിനിമയുടെ 3-ാം ദിനത്തെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ വന്നിട്ടുണ്ട്. കർണാടകത്തിൽ നിന്ന് 7,41,00,000 രൂപ, തെലുങ്കിൽ നിന്ന് 5,10,00,000 രൂപ, തമിഴ്നാട്ടിൽ നിന്ന് 3,71,00,000 രൂപ, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് സ്റ്റേറ്റിൽ നിന്ന് 3.49 കോടി, അങ്ങനെ 19.17 കോടിയാണ് 3 ദിവസം കൊണ്ട് നേടിയിരിക്കുന്നത്. അതിൽ തന്നെ സ്പ്ലിറ്റപ്പ് നോക്കുകയാണെങ്കിൽ മലയാളം 12.67 കോടിയും തെലുങ്ക് 4.5 കോടിക്ക് മുകളിലും, തമിഴ് 1.77 കോടിയും 71,00,000 രൂപ കന്നഡയും നേടി എന്നുള്ളതാണ്. എന്തായാലും ഭയങ്കരമായിട്ടുള്ള ഒരു വമ്പൻ കുതിപ്പാണ് സിനിമ വരുന്ന ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്നത്. അതായത് നമുക്ക് വരുന്ന പെരുന്നാൾ ദിനത്തിലൊക്കെ സിനിമയ്ക്ക് 10 കോടിക്ക് മുകളിൽ കളക്ഷൻ ഉണ്ടാവും. ഈ ഒരു സിനിമ അടുത്ത ശനി ഞായറോടുകൂടി 300 കോടിയിലേക്ക് കയറുമെന്നുള്ളത് ഉറപ്പാക്കപ്പെടുകയാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രീൻ മീഡിയാസ്.